ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമുക്ക് ഭഗവത്ഗീത കുറച്ച് വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ഞാൻ, അതായത് പരമാത്മാവ്, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഞാൻ പരമാത്മാവാണല്ലോ ഭഗവാൻ കൃഷ്ണൻ. ഞാൻ സർവജ്ഞനും സർവശക്തനും സർവതന്ത്ര സ്വതന്ത്രനുമായിരിക്കുന്ന പരമേശ്വരൻ. അതായത് ഈ ഭഗവാൻ പരമേശ്വരൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. ഇതെന്താ അർജുനനോട് കൊടുക്കുവാണ്. അർജുനൻ എന്താ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മുത്തച്ഛൻ, എൻ്റെ ഗുരുക്കന്മാർ ഇതൊക്കെ പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു, ഇവിടെ സർവജ്ഞനാണ് ഞാൻ പരമാത്മാവ്, സർവശക്തനാണ്, സർവതന്ത്ര സ്വതന്ത്രനുമായിരിക്കുന്ന പരമേശ്വരൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. അപ്പോൾ ഈശ്വരൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, നീയും അങ്ങനെ തന്നെ. അപ്പം നമ്മളെല്ലാവരും, അർജുനനും അങ്ങനെ തന്നെ, അപ്പം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും നമ്മൾ എന്നുണ്ടായോ നമ്മളെല്ലാവരും ഇവിടെ എപ്പോഴും ഉണ്ട്. നമ്മുടെ ശരീരമേ പോകുന്നുള്ളൂ, നമുക്ക് ആത്മാവിന് നാശമില്ല. നമ്മളെല്ലാം ആത്മാവിൻ്റെ അംശങ്ങളാണല്ലോ. ജീവാത്മാവെന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ അംശമാണല്ലോ, അത് ഈശ്വരനാണല്ലോ, ആ ഈശ്വരൻ്റെ ബീജമാണല്ലോ നാം എല്ലാവരും. അപ്പം നമ്മളില്ലാതിരിക്കുന്നില്ല. അതുകൊണ്ട് യുദ്ധക്കളത്തിലുള്ള ഈ രാജാക്കന്മാരെല്ലാവരും ഇല്ലാതിരുന്നിട്ടില്ല. നാം എല്ലാവരും ദേഹം നശിച്ചതിന് ശേഷവും ഭാവി കാലത്തിലും ഇല്ലാതാവുകയുമില്ല. ഇതാണ് ഭഗവാൻ ഉപദേശം കൊടുക്കുന്നത് അർജുനന്. അതുകൊണ്ട് നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നു? ആരും ഇവിടെ മരിക്കുന്നില്ല, ദേഹത്തിന് മാത്രമേ നാശമുള്ളെന്നിവിടെ പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് 13ാമത്തെ ശ്ലോകം വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതാണ് വായിച്ചത്. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹ അന്തരപ്രാപ്തിർധീരസ്തത്ര ന മുഹ്യതി. ദേഹാഭിമാനമുള്ള ജീവനും ഈ ദേഹത്തിൽ എപ്രകാരമാണ്. ദേഹാഭിമാനമുള്ള ജീവൻ എന്താ അർത്ഥം? നമുക്ക് എല്ലാ സാധാരണ ഒരു യഥാർത്ഥ ജ്ഞാനി, ഒരു ഭക്തൻ മാത്രമേ ദേഹാഭിമാനം ഇല്ലാതിരിക്കൂ. ബാക്കി സർവ്വപേർക്കും ദേഹാഭിമാനമുണ്ട്. ഞാനെന്നും എൻ്റേതെന്നും ഞാനെന്നും നീയെന്നുമാണ് ഈ ദേഹാഭിമാനം കൊണ്ടുണ്ടാകുന്നത്. അത് എൻ്റേതെന്ന് ചിന്തിക്കുന്നത് എന്താ? എനിക്ക് നന്നാവണം, മറ്റുള്ളവർ എങ്ങനെയും ആയിക്കോട്ടെ, എനിക്ക് നന്നാവണം, എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, ഇവരൊക്കെ എനിക്കുള്ളതാണ്, അവരെത്രയും മെച്ചമാവണം, മറ്റുള്ളവരിൽ കൂടുതലായിട്ട് എനിക്ക് വേണം. ഇത് എന്തുകൊണ്ടാണ്? ദേഹാഭിമാനം ഉള്ളത് കൊണ്ടാണ്. അത് ഒരു മുമുക്ഷുവാണെങ്കിലോ, അതായത് എല്ലാം ത്യജിച്ച ഒരു സന്യാസി, ഒരു വിദ്വാനാണെങ്കിലോ, ഞാനും നീയും രണ്ടല്ല, ഒന്നാണെന്ന് കാണും. അവിടെ ദേഹാഭിമാനം അപ്പോൾ തോന്നേണ്ട കാര്യമുണ്ടോ? നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ അമ്മയും മക്കളും ഒന്നാണ്. എൻ്റെ ദേഹം എങ്ങനെ ആയാലും എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ചന്തമുണ്ടോ, ദേഹത്തിന് വല്ല കുഴപ്പമുണ്ടോ, ക്ഷീണിക്കാതിരിക്കണം, നന്നായിരിക്കണം. പക്ഷേ അത് മോശം, നമ്മളിപ്പോൾ മോശം വസ്ത്രം കൊടുത്താലും എൻ്റെ അമ്മ എടുക്കലല്ലയോ. അപ്പം എന്താ, ഞാനും മക്കളും ഒന്നെന്നുള്ള ചിന്ത വരും. അതുപോലെയാണ് എല്ലാവരെയും ഒന്നായി കാണും ഒരു മുമുക്ഷു, നല്ലൊരു ജ്ഞാനി. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും താൻ തന്നെയാണെന്ന്, ആ മുമുക്ഷു തന്നെയാണെന്ന് മനസ്സിലറിയാം. അപ്പോൾ ദേഹാഭിമാനം ഇല്ലാഞ്ഞിട്ടാ. ഇവിടെ ദേഹാഭിമാനം ആർക്കാ ഉള്ളത്? ഞാനെന്നും നീ എന്നുള്ള ദ്വന്ദ്വം ഉള്ളവർക്ക്. അതുകൊണ്ട് ഈ ദ്വന്ദ്വമുള്ള ജീവന്, അങ്ങനെയുള്ളവരുടെ ദേഹത്തിൽ എപ്രകാരമാണ് ബാല്യം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ മുന്നോട്ട് പോകും. ബാല്യം, ശിശുവായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ബാല്യം വരും. അതൊരു 12 വയസ്സ് വരെ ആയിരിക്കും. 5 വയസ്സ് തൊട്ട്, അതിനുമ്പ് ശിശുവാണ് ജനിച്ചതിൻ്റെ. ബാല്യം ഒരു 12 വയസ്സ്, പിന്നെ കൗമാരം, ഇതൊക്കെ പിന്നെ തിരിച്ചു വരുന്നില്ല അതൊന്നും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതിലേക്കാണ് പോകുന്നത്, താഴേക്ക് പിന്നെ വരത്തില്ല. അപ്പോൾ ബാല്യം, പിന്നെ അത് കൗമാരം, യൗവനം, വാർദ്ധക്യം, അതാണ് ജര, നരയൊക്കെ വരുന്നത്. പിന്നെന്താ അടുത്ത പരിപാടി? മരണമാണ്. അതെന്താ ഈ മരണം എന്ന് പറഞ്ഞാൽ? അടുത്ത വേറൊരു ദേഹത്തിലേക്ക് കയറുകയാണ്.
ഈ ജന്മം ഇത്രയും കഴിഞ്ഞാൽ വേറൊരു പുതിയൊരു ഒരു ശരീരം എടുത്തിട്ടാണ് അടുത്തതിലേക്ക് പോകുന്നത്. ബാല്യം കഴിഞ്ഞിട്ട് കൗമാരം യൗവനം ഇങ്ങനെ പോകുന്നത് പോലെ വാർദ്ധക്യം കഴിഞ്ഞാൽ മരിച്ചിട്ട് അടുത്ത ശരീരം എടുക്കുന്ന ആര് മരിക്കുന്നു? ദേഹം മാത്രം നശിച്ചു പോകുന്നു. അതിന് ആ ഇരിക്കുന്ന വസ്തു, ആ ജീവൻ അടുത്തതിലേക്ക് പ്രവേശിക്കുന്നു. അത് ഈ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കയറുന്നത് പോലെ തന്നെയാണ്. അതുപോലെയാണ് ഇവിടുന്ന് ഈ അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ബാല്യം, യൗവനം, വാർദ്ധക്യം മുതലായവ ഉണ്ടാകുന്നത് അതുപോലെ അന്യദേഹപ്രാപ്തി ഉണ്ടാകുന്നു. അതാണ് അന്യദേഹത്തിലേക്ക് കയറുന്നു. ഇപ്രകാരം ദേഹമാണ് നശിക്കുന്നത്, ആത്മാവ് നാശമില്ലാത്തതാകുന്നു എന്ന് ആരറിയുന്നു? ഒരു വിദ്വാൻ ഇത് മനസ്സിലാക്കുന്നു. ഒരു വിദ്വാൻ എന്ന് വെച്ചാൽ എന്താണ്? ജ്ഞാനി, അറിവുള്ളവൻ മനസ്സിലാക്കുന്നു ഈ ദേഹമേ നശിക്കുന്നുള്ളൂ, ഇതിലിരിക്കുന്ന ദേഹി നശിക്കുന്നില്ല. ആ ജീവൻ അത് ജീവാത്മാവാകുന്നു, അത് വേറൊരു ദേഹത്തിലേക്ക് എത്തപ്പെടുന്നു. അപ്പോൾ ഇത് ആര് മനസ്സിലാക്കുന്നു? അറിവുള്ളവൻ. അർജുനനെ പോലെ മോഹത്തെ പ്രാപിക്കുന്നില്ല അങ്ങനെയുള്ള ധീമാൻ വിദ്വാൻ. ഒരിക്കലും അറിവുള്ള വിദ്വാന് വിഷമം ഉണ്ടാകുന്നില്ല. കാരണം എന്താ? ഇത് ലോക നിയമമാണ്, പ്രകൃതി നിയമമാണ്. നമ്മൾ ഓരോ അവസ്ഥ മാറി മാറി പോകുന്നു എന്നുള്ളത് അറിവുള്ളവൻ മനസ്സിലാക്കുന്നു. അർജുനനോട് പറയുന്നു, അർജുനനെ പോലെ മോഹത്തെ പ്രാപിക്കുന്നില്ല ഒരു വിദ്വാൻ അറിയാം. ഇപ്പം എനിക്ക് ബാല്യമാണെങ്കിൽ അടുത്ത കൗമാരം വരും, പിന്നെ യൗവനം കഴിയും, വാർദ്ധക്യം കഴിയും, പിന്നെ നമുക്ക് ശരീരം മാറ്റി വേറൊരു ശരീരത്തിലേക്ക് കയറുകയാണ് പിന്നത്തെ ജോലി. അതായത് നമുക്ക് സ്ഥാനം മാറ്റി എടുക്കുന്ന ഒരു ഉദ്യോഗത്തിന് സ്ഥാനക്കയറ്റം കിട്ടുന്നത് പോലെ തന്നെയാണ്. അതാണെന്ന് ഒരു വിദ്വാൻ മനസ്സിലാക്കുന്നു. അർജുന, നിന്നെപ്പോലെ അല്ല ഒരു വിദ്വാൻ മോഹത്തെ പ്രാപിക്കുന്നില്ല. എന്താ കാരണം? അജ്ഞാനിയല്ല, അറിവുള്ളവനാ. അവർക്ക് മാത്രമേ ഇതിന് യഥാർത്ഥം വിഷമിക്കാതിരിക്കൂ. അവർക്ക് വിദ്വാൻ അറിയാം ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. അറിവില്ലാത്തവർ ചിന്തിക്കും, അയ്യോ മരിച്ചു പോയല്ലോ, ഇനി ഇല്ലല്ലോ ആള് എന്നൊക്കെ കഴിയും. പക്ഷേ വീണ്ടും അങ്ങനെ പറ്റൂ. അതാണ് പ്രകൃതി, അങ്ങനെയാണ്. എന്താ അങ്ങനെ വരാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ വാസന, കർമ്മവാസന കൊണ്ടാ. കർമ്മങ്ങളുടെ എല്ലാം വാസന നശിച്ചാലോ വേറൊരു ദേഹത്തിലേക്ക് കയറേണ്ടി വരത്തില്ല, ജനിക്കേണ്ടി വരത്തില്ല. ജനിച്ചാലല്ലേ പിന്നെ മരിക്കേണ്ടി വരൂ. അപ്പോൾ കർമ്മവാസന അവസാനിച്ചാൽ നമുക്ക് വേറൊരു ദേഹത്തിലേക്ക് കയറണ്ട, കൈവല്യം പ്രാപിക്കാം. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, എപ്പോഴും ഭഗവാൻ പറയുന്നത് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുമെന്ന്. എന്തിനാ? കർമ്മത്തിൻ്റെ വാസന നമുക്കുണ്ടാവത്തില്ല. ഈശ്വരങ്കിൽ അർപ്പിച്ച് കർമ്മം ചെയ്താൽ നമുക്ക് ഫലം ആഗ്രഹിക്കാതെ ഏത് കർമ്മവും ചെയ്യാം. കർമ്മങ്ങളെല്ലാം ചെയ്യാം, നമ്മൾ അതിനകത്ത് ഫലം ആഗ്രഹിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം നശിച്ചുകൊണ്ട് ഒരു കർമ്മത്തിനും ഫലമില്ലേ, പിന്നെ നമുക്ക് ജനിക്കേണ്ട കാര്യം എന്തോ? ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ ജനിക്കേണ്ട കാര്യമുള്ളൂ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണല്ലോ നമ്മൾ ഒരു കർമ്മത്തിനും ഇന്നതെനിക്ക് വേണം, ഞാൻ ഇന്നത് ചെയ്യുന്നു, എനിക്ക് ഇന്ന കൂലി വേണം, അല്ലെങ്കിൽ അതിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിലേ വാസന എന്ന് പറഞ്ഞാൽ അതാണ്. ആ വാസന ഇല്ലാത്തത്തോളം കാലം നമുക്ക് പിന്നെ ഒരു ജന്മം വരത്തില്ല. എല്ലാ ആഗ്രഹങ്ങളും ത്യജിച്ചാണ് പോകുന്നത്. അടുത്ത ശ്ലോകം ചൊല്ലാം. 14, അതായത് 2-ാം അധ്യായത്തിൻ്റെ 14-ാം ശ്ലോകം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോ ഉഷ്ണ സുഖ ദുഃഖദ ആഗമാപായിനോ നിത്യാസ്താം സ്ഥിതിക്ഷസ്വ ഭാരത. അല്ലയോ കുന്തിപുത്ര, ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധം, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടാണ് സംബന്ധം. നമ്മുടെ കണ്ണ് നേത്രേന്ദ്രിയം, കർണേന്ദ്രിയം ചെവി, ശ്രോത്രം കേൾക്കുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങൾ, നാക്ക് രസനേന്ദ്രിയം, ത്വക്ക് സ്പർശിക്കുമ്പോൾ നമ്മളെ തൊടുമ്പോൾ നമുക്ക് അറിയാം, അതാണ് ജ്ഞാനേന്ദ്രിയം, അറിയുന്നത്. പിന്നെയോ ശ്വസനേന്ദ്രിയം, മൂക്ക്. ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ എന്താണ്? ഇപ്പോൾ ചെവിക്ക് എന്താ വിഷയം? കേൾക്കുക എന്നുള്ളതാണ് വിഷയം. ചെവിയുടെ ഇന്ദ്രിയം നമ്മളെ മറ്റുള്ളത് എന്തെങ്കിലും നമ്മൾക്ക് കേൾക്കുക എന്നുള്ളത്, കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതാണ് വിഷയം. അതുപോലെ ഇവിടെ പറയുന്ന ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധം, ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇവയെ ഉണ്ടാക്കുന്നവയും. അപ്പം നമുക്ക് ശീതം കഴിഞ്ഞാൽ പിന്നെ ഉഷ്ണം, ഇതൊക്കെ നമുക്ക് മനസ്സിൽ എങ്ങനെ ഇന്ദ്രിയങ്ങളുടെ സംബന്ധം കൊണ്ടാണ് നമ്മളിത് അറിയുന്നത്. അപ്പം ശീതം തണുപ്പാണ്, അത് കഴിഞ്ഞിട്ട് ഉഷ്ണം, സുഖത്തിന് ദുഃഖം, രാത്രിക്ക് പകല്, അത് എല്ലാം ഒന്നിന് വിപരീതം ഒന്ന്. അതുപോലെ ഇവയെ ഉണ്ടാക്കുന്നവയും വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കുന്നവയും നിത്യങ്ങളല്ലാത്തവയുമാകുന്നു. എന്താ നിത്യങ്ങളല്ലാതിരിക്കുന്ന കാര്യം?
പകല് വന്നാൽ അതവിടെ നിൽക്കുന്നില്ല, അതങ്ങ് പോകും. പോകുമ്പം പിന്നെ എന്താ വരുന്നത്? രാത്രി. അതും നിൽക്കത്തില്ല, അതങ്ങ് പോകും. പിന്നെ വീണ്ടും പകല് വരും. അപ്പോൾ ഒന്നും ഇവിടെ നിൽക്കുന്നില്ല, പോയും വന്ന് നിൽക്കുന്നു. പകല് വന്ന് പോയിട്ട് രാത്രി വന്ന് പോയിട്ട് പകല് വന്ന് പോയിട്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു. ശീതം തണുപ്പ്, ഉഷ്ണം ചൂട്. ശീതം വന്നു പോകും. ശീതം ഇപ്പോൾ 2 4 അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ ശീതമാണെങ്കിൽ അത് നിന്നിട്ട് അതങ്ങ് മാറും. അടുത്ത് ഉഷ്ണം വരും, അതും നിൽക്കത്തില്ല. ഉഷ്ണം കുറച്ച് നാൾ നിന്നിട്ട് അതും അങ്ങ് മാറും. അപ്പം വന്നും പോയി നിൽക്കും. സുഖം വന്നു, അത് സുഖം അങ്ങോട്ട് പോകും തിരിച്ച്. ഉടനെ തിരിച്ച് പിന്നെ പോകുമ്പോൾ എന്താ പിന്നെ അടുത്തത് വരുന്ന ദുഃഖം. രാത്രി പോയിട്ട് പകല് വരുന്നത് പോലെ സുഖം വന്ന് പോകും, അടുത്ത ദുഃഖം വരും. ചിലപ്പോൾ സുഖം 2 4 മാസമോ ചിലപ്പോൾ 10 വർഷമോ നീണ്ടു നിൽക്കുന്നിരിക്കാം. അപ്പം അത് പോയിട്ട് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കും മാറും. ഇടയ്ക്കിടയ്ക്ക് സുഖം പോയിട്ട് ദുഃഖം വരും. ചിലർക്ക് നീണ്ടു തന്നെ ഒരു 5 10 വർഷം നീണ്ടു തന്നെ നിൽക്കും, സുഖം തന്നെ ആയിരിക്കും. അത് പോയുമ്പം അടുത്ത ദുഃഖം വരും. ചിലപ്പം 18 വർഷമൊക്കെ ദുഃഖം ഒന്നിച്ച് നിൽക്കും. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സുഖം വന്നെന്നും ഇരിക്കും. ഇടയ്ക്ക് ഒരു ഇടത്താവളം പോലെ അല്പ സുഖം അങ്ങോട്ട് വന്നോട്ടെ, ദുഃഖം അല്പം മാറി നിൽക്കും. എങ്കിലും അത് പെട്ടെന്ന് തന്നെ മാറിയിട്ട് വീണ്ടും ദുഃഖം വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയും വരാം, അതല്ലാതെയും വരാം. എന്നാലോ ഇത് നിത്യമല്ല, അത് പോയും വന്ന് നിൽക്കും. അതുകൊണ്ടിവിടെ അല്ലയോ കുന്തിപുത്ര, ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധം. അപ്പം എന്താ വിഷയങ്ങൾ? ഇതൊക്കെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വേലകളൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. അത് ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇവയെ ഉണ്ടാക്കുന്നവയും വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കുന്നവയും നിത്യങ്ങളല്ലാത്തവയുമാകുന്നു. അതുകൊണ്ട് ആ ശീതോ ഉഷ്ണാദികളെ അല്ലയോ ഭാരത നീ സഹിച്ചാലും, അർജുന ഇതിങ്ങനെ വന്നും പോയി നിൽക്കും, നീ അതിനെ സഹിക്കണം. അത് നമ്മുടെ പ്രകൃതി നിയമമാണ്. ദുഃഖം വരുമ്പോൾ അയ്യോ ദുഃഖം വന്നു പോയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണ്ട. അത് പോവും, അടുത്തത് നമുക്ക് സുഖം വരും. അയ്യോ സുഖം വരുമ്പോൾ ആഹ്ലാദിക്കുകയൊന്നും വേണ്ട, അത് തൽക്കാലം വന്നെന്ന് കരുതി അതങ്ങ് പോകും. അപ്പോൾ അവിടെ അതും പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ഒന്നും വേണ്ട. കാരണം എന്താ? അത് നിത്യമല്ല, അത് പോകും. ഉടനെ ദുഃഖം വരും. അപ്പോൾ ദുഃഖത്തിലും സുഖത്തിലും ഒരേ അവസ്ഥ നമ്മൾ പാലിച്ചാൽ നമുക്ക് ഒന്നിലും വലിയ വിഷമം ഉണ്ടാകത്തില്ല. സുഖം വരുമ്പോൾ ഒരുപാടങ്ങ് സന്തോഷിച്ചാൽ എന്ത് വരും? അറിയുന്നില്ല. അജ്ഞാനികളാണല്ലോ അങ്ങനെ സന്തോഷിക്കുന്ന. ഒരു വിദ്വാൻ ഒന്നിലും സന്തോഷിക്കത്തില്ലല്ലോ. ദുഃഖത്തിൽ ദുഃഖിക്കത്തുമില്ല, സന്തോഷം വന്നാൽ സന്തോഷിക്കത്തുമില്ല, സുഖം വന്നാൽ സന്തോഷിക്കത്തുമില്ല. എന്താ കാരണം? ഒരു വിദ്വാന് അറിയാം, ഒരു ജ്ഞാനിക്ക് അറിയാം. എന്തറിയാം? സുഖം അല്പകാലത്തേക്കേ ഉള്ളു, അത് നിത്യമല്ല, അത് പോകും. അപ്പോൾ എന്തിനാ സന്തോഷിക്കുന്നത്? അടുത്ത ദുഃഖം ഉടനെ വരുമല്ലോ. അപ്പോൾ നമുക്ക് അന്നേരം വേണ്ടേ അല്പം ആശ്വാസം? അതുകൊണ്ട് സുഖത്തിൽ സന്തോഷിക്കാതിരിക്കുന്ന വിദ്വാൻമാർക്ക് ദുഃഖവും നിസ്സാരമായിട്ടങ്ങ് പോകും. കാരണം മറ്റതിൽ സന്തോഷിച്ച് മതിമറന്ന് സന്തോഷിക്കുമ്പോഴാണല്ലോ ദുഃഖം ഉടനെ വരുന്നത്. അപ്പോൾ അതുപോലുള്ള ദുഃഖം ഒരു വലിയൊരു കുന്നിന് ഒരു വലിയ കുഴി എന്നതുപോലെ തന്നെയാണ്. വലിയ സന്തോഷം വന്നാൽ ദുഃഖം വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരു വിദ്വാന് മനസ്സിലറിയാം ഇതൊക്കെ നിത്യമല്ല, എന്ത് വന്നാലും വന്നും പോയി നിൽക്കുന്നതാണ്. അതുകൊണ്ട് അല്ലയോ കുന്തിപുത്ര അർജുന നീ സഹിച്ചാലും ഇതൊക്കെ ഈ ശീതോ ഉഷ്ണാദികളെ, തണുപ്പിനെയും ഉഷ്ണത്തെയും നീ സഹിക്കണം, സുഖത്തെയും ദുഃഖത്തെയും നീ സഹിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. 15-ാമത്തെ ശ്ലോകം. യം ഹിന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. അല്ലയോ പുരുഷശ്രേഷ്ഠ, സർവദുഃഖങ്ങളെയും സഹിച്ചുകൊണ്ട് നിരന്തരം ബ്രഹ്മനിഷ്ഠയോടുകൂടി ഏതൊരുത്തനാണ് കൈവല്യത്തെ സമ്പാദിക്കുന്നത് അവൻ തന്നെയാണ് പുരുഷോ ഉത്തമൻ എന്ന് സംബോധനം. കാരണം പുരുഷന്മാരിൽ ഉത്തമൻ. ഇവിടെ സ്ത്രീ എന്നെടുത്ത് പറയത്തില്ല, എല്ലാം പുരുഷാന്നേ പറയുള്ളൂ. അത് സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കണം. അല്ലയോ പുരുഷ ശ്രേഷ്ഠ, അത് അർജുന പുരുഷന്മാരിൽ ശ്രേഷ്ഠനായവനെ സർവ ദുഃഖങ്ങളെയും സഹിച്ചുകൊണ്ട്. അപ്പോൾ എന്ത് വേണം? നമ്മൾ ദുഃഖത്തിനെയൊക്കെ നമ്മൾ സഹിച്ച്, അതിലൊന്നും ഒരർത്ഥവും വെക്കേണ്ട, സഹിക്കുക, അതൊക്കെ അതിനകത്ത് ഉള്ളതാ എന്ന് കരുതി സഹിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നിരന്തരം എപ്പോഴും ബ്രഹ്മനിഷ്ഠയോടുകൂടി ഇരിക്കണം. അല്ലാതെ ദുഃഖം വരുമ്പോൾ ബ്രഹ്മനിഷ്ഠ ഇല്ലാതെ, പ്രാർത്ഥന ഇല്ലാതെ, ഏകാഗ്രത കിട്ടാതെ വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എന്തും കല്ലിലും മുള്ളിലും ദുരിതത്തിലെല്ലാം നിന്നുകൊണ്ട് വേണം നമ്മൾ ഈശ്വരനെ അറിയാൻ, നിരന്തരമായി ധ്യാനിക്കാൻ.
അത് ബ്രഹ്മനിഷ്ഠയോട് തന്നെ ഇരിക്കണം. അവിടെ എനിക്കിപ്പോൾ സുഖമില്ല, എനിക്ക് ദുഃഖമാണ് എന്നും പറഞ്ഞ് നമുക്ക് ആരാധിക്കാനും നമുക്ക് നേടാൻ പറ്റുമോ? കൈവല്യത്തിലേക്ക് പോകാൻ പറ്റുമോ? ഈശ്വരനെ അറിയാൻ പറ്റുമോ? നമുക്ക് എപ്പോഴും ദുഃഖമാവും. പിന്നെ എങ്ങനെ നമ്മൾ ഈശ്വരനെ അറിയാൻ പറ്റും? എല്ലാം സഹിച്ചുകൊണ്ട് ഇതൊക്കെ അത് ഇടയ്ക്ക് അങ്ങ് കിടക്കുന്നതാണ്. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അത് മാറിപ്പോകും, ദുഃഖവും പോകും. സുഖം വന്നാൽ അതും പിന്നെ പോകും. ഇതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാതെ ദുഃഖത്തെ നമ്മൾ സഹിച്ചും കൊണ്ട് നിരന്തരം എപ്പോഴും ബ്രഹ്മനിഷ്ഠയോടുകൂടി ഏതൊരുത്തനാണ് കൈവല്യത്തെ സമ്പാദിക്കുന്നത്, അവൻ തന്നെയാണ് പുരുഷോത്തമൻ. ഇവ സുഖദുഃഖങ്ങളെ തുല്യമായി വിചാരിക്കുന്നവനും വിവേകിയുമായ യാതൊരു പുരുഷനെ വ്യസനിപ്പിക്കുന്നില്ലയോ അവൻ മോക്ഷത്തിന് യോഗ്യനാകുന്നു. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പുരുഷ, അതായത് പ്രകൃതി പുരുഷ, ആത്മാവ്. അപ്പോൾ ഏതൊരു പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് സുഖദുഃഖങ്ങളെ തുല്യമായി വിചാരിക്കുന്നു. നമുക്ക് സുഖം വന്നാലും ദുഃഖം വന്നാലും സമചിത്തനായിരിക്കണം. അങ്ങനെ വിവേകിയായ ഒരു പുരുഷൻ നമ്മുടെ ഉള്ളിലെ പരമാത്മാവിനെ, അതായത് നമ്മുടെ ഉള്ളിൽ അയ്യോ എനിക്ക് ദുഃഖമാണേ എന്ന് വ്യസനിപ്പിക്കാതിരിക്കണം. നമുക്ക് ആത്മാവിൽ സന്തോഷിക്കണം. അവിടെ വ്യസനം പാടില്ല. ദുഃഖങ്ങളെല്ലാം സഹിച്ചും കൊണ്ട് ഈശ്വരനെ ആരാണ് വിവേകിയായ അങ്ങനെ ഒരു പുരുഷനുണ്ടോ അവനാണ് മോക്ഷത്തിന് യോഗ്യനാകുന്നത്. കാരണം ഇവിടെ എല്ലാം സഹിച്ച് ഈ ലോക ജീവിതം ദുരിതമാണ്. അതിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈശ്വരനിലേക്ക് അടുക്കാൻ, മോക്ഷത്തിലേക്ക് അടുക്കാൻ. അങ്ങനെ വിവേകിയായൊരു പുരുഷന് മാത്രമേ ഇങ്ങനെ സമചിത്തത വരത്തുള്ളൂ. സുഖദുഃഖങ്ങളെ തുല്യമായി കാണണം. സുഖം വരുമ്പോൾ സന്തോഷിക്കുകയും ദുഃഖം വരുമ്പോൾ വേദനിക്കുകയും ചെയ്താൽ അവിടെ ഈശ്വരനെ അറിയാൻ പറ്റുമോ? സമചിത്തനാണോ അവൻ? രണ്ടിനെയും ഒരുപോലെ കൈകാര്യം ചെയ്തു പോകണം. രണ്ടും സഹിക്കുക. സുഖം വന്നാലും സഹിക്കുക, ദുഃഖം വന്നാലും സഹിക്കുക. സമചിത്തത. ഒന്നിലും എടുത്തിയാട്ടം വേണ്ട. ദുഃഖം വന്നും പറഞ്ഞ് വെപ്രാളവും വേണ്ട, സുഖം വന്നും പറഞ്ഞ് ആഹ്ലാദത്തിലേക്ക് എടുത്ത് മതിമറന്ന് ചാടുകയും വേണ്ട. രണ്ടും തുല്യമായി ഏതൊരു വിവേകിയാണ് അങ്ങനെ സ്വന്തം ഉള്ളിലിരിക്കുന്ന ആ പുരുഷനെ, നമ്മളെല്ലാം ഉള്ളിൽ പരമാത്മാവുണ്ട്, ഈശ്വരൻ ജീവാത്മാവുണ്ട്, അതിനെ വ്യസനിപ്പിക്കുന്നില്ലയോ, ദുഃഖിപ്പിക്കുന്നില്ലയോ അവൻ മോക്ഷത്തിന് യോഗ്യനാകുന്നു. ഇന്ന് ദുഃഖം വരുമ്പോൾ ഉള്ളിൽ കിടന്നങ്ങ് പിടയ്ക്കുക. ഉള്ളിലെ അയ്യോ എനിക്ക് എനിക്ക് ഒരിക്കലും ദുഃഖം വിട്ട് മാറുന്നില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിലൊരു ജീവാത്മാവുണ്ട്, അതിനെ അങ്ങ് ദണ്ണിപ്പിക്കും. അങ്ങനെ ദണ്ണിപ്പിക്കാതെ ആ പുരുഷനെ, നമ്മുടെ ഉള്ളിലെല്ലാം പുരുഷനുണ്ട്, അതായത് പരമാത്മാവുണ്ട്, അതിനെ ദുഃഖിപ്പിക്കാതിരിക്കുന്ന അങ്ങനെ ഉള്ളവനാണ് മോക്ഷത്തിന് യോഗ്യനാകുന്നത് എന്നാണ് ഇവിടെ ഇതിൽ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും മനസ്സിലായോ മക്കളെ? ഇത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.